ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും അർദ്ധ സെഞ്ചുറി നേടുന്നു. ന്യൂസിലൻഡിന് വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തിയ മാറ്റ് ഹെൻറിയുടെ 4 ബോളുകൾ സ്കോർ ചെയ്യാൻ സാധിക്കാതെ ഒന്ന് പരുങ്ങലിലായ സഞ്ജു സാംസൺ ആ സമ്മർദ്ദങ്ങളെല്ലാം അതിജയിക്കുന്ന ഒരു 6 ലോങ് ഓണിലേക്ക് പറത്തിക്കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്നത്തെ വെടിക്കെട്ടിന് തുടക്കമിട്ടത്. പവർ പ്ലേയിലെ ആദ്യ 2 ഓവറിൽ 12 റൺസ് ആയിരുന്നെങ്കിൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇന്ത്യൻ ബാറ്റർമാരുടെ നിറഞ്ഞാട്ടമായിരുന്നു. അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ടിനെ കുറിച്ച് സഞ്ജു സാംസണോട് ചോദിക്കപ്പെട്ടപ്പോൾ ടീമിനും കോച്ചിനും ക്യാപ്റ്റനും അയാളിൽ വിശ്വാസമുണ്ട്, ഒരൊറ്റ മത്സരം മതി അഭിഷേക് തൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്താനെന്ന്. ആ പറഞ്ഞു വെച്ചതിനെ അർത്ഥവത്താക്കുന്ന പ്രകടനമായിരുന്നു ഇന്ന് അഭിഷേക് ശർമ്മ. 21 പന്തിൽ 52 റൺസായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഇന്നത്തെ സ്കോർ. 3 സിക്സുകളും 6 ഫോറുകളുമായിരുന്നു ആ ഇന്നിങ്സിൽ അടങ്ങിയിരുന്നത്. സഞ്ജു സാംസൺ തൻ്റെ ഫോം തുടരുന്ന മനോഹരമായ കാഴ്ചയാണ് ഇന്നും അഹമ്മദാബാദിൽ നമ്മൾ കണ്ടത്. 46 പന്തുകൾ നേരിട്ട് 89 റൺസാണ് സഞ്ജു സാംസൺ നേടിയെടുത്തത്. അതിൽ 8 പടുകൂറ്റൻ സിക്സുകളും 5 ഫോറുകളും ഉണ്ടായിരുന്നു. രച്ചിൻ രവീന്ദ്രക്കെതിരെ ഹാട്രിക് 6 നേടിക്കൊണ്ടാണ് സ്കോർ 89ലേക്ക് എത്തിയത്. ഗാലറികളെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു ആ ഹാട്രിക് 6. അഭിഷേക് ശർമ്മ പുറത്തായതിനു ശേഷം സഞ്ജു സാംസണും ഇഷാൻ കിഷനും വീണ്ടും അതിവേഗ സ്കോർ ചെയ്തുകൊണ്ടേയിരുന്നു ഇന്ത്യക്ക് വേണ്ടി. ഇഷാൻ കിഷനും ഇന്ന് അർദ്ധ സെഞ്ചുറി നേടിയാണ് പുറത്തായത്. 25 പന്തിൽ 54 റൺസായിരുന്നു ഇഷാൻ കിഷന്റെ സ്കോർ. 4 സിക്സുകളും 4 ഫോറുകളും അടങ്ങിയിരുന്നു ആ ഇന്നിങ്സിൽ. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു സഞ്ജു സാംസൺ രോഹിത് ശർമ്മയുടെ 15 സിക്സ് മറികടന്നുകൊണ്ട് 16ലേക്ക് എത്തിയത്. എന്നാൽ ഇന്ന് നേടിയത് 8 സിക്സുകളായിരുന്നു. അതോടെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരമായി കഴിഞ്ഞു സഞ്ജു സാംസൺ. 24 സിക്സുകളാണ് ഇന്നത്തേതടക്കം സഞ്ജു സാംസൺ നേടിയത്. ഒരു വേള ഇന്ത്യയുടെ സ്കോർ 300-നടുത്തേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് വില്ലനായി ജെയിംസ് നീഷം അവതരിച്ചത്. ആദ്യ ഓവറിൽ 12 റൺസ് വഴങ്ങിയ ജെയിംസ് നീഷം തൻ്റെ 2ാം ഓവർ ബൗൾ ചെയ്യാനെത്തുന്നത് 16ാം ഓവറിൽ. ആ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഒരു ലോ ഫുൾ ടോസിൽ സഞ്ജു സാംസനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായി എത്തിയ കോൾ മക്കഞ്ചിയുടെ കരങ്ങളിലെത്തിച്ചുകൊണ്ടാണ് ന്യൂസിലൻഡിന് കളിയിലേക്ക് ഒരു തിരിച്ചുവരവ് നൽകിയത്. അതേ ഓവറിൽ തന്നെ ഇഷാൻ കിഷനെയും ഒരു ലോ ഫുൾ ടോസിൽ നീഷം മടക്കുന്നു. രച്ചിൻ രവീന്ദ്രയുടെ കൈകളിലായിരുന്നു ഇഷാൻ കിഷന്റെ ആ ഒരു ഷോട്ട് ചെന്ന് പതിച്ചത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ജെയിംസ് നീഷൻ അതേ ഓവറിൽ തന്നെ മടക്കിയപ്പോൾ ഇന്ത്യയുടെ നില അല്പം പരുങ്ങലിലേക്ക് വന്നു. ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ എടുത്തുകൊണ്ട് 1 റൺസ് മാത്രമാണ് ജെയിംസ് നീഷൻ വിട്ടുകൊടുത്തത്. ആ ഒരു ഓവറിൽ മാത്രമാണ് ന്യൂസിലൻഡിന്റെ ആധിപത്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. ഇഷാൻ കിഷന് ശേഷമെത്തിയത് പതിവിന് വിപരീതമായി കൊണ്ട് ഇന്ന് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. ഹാർദിക് പാണ്ഡ്യ 13 പന്തുകളിൽ 18 റൺസ് എടുത്തുകൊണ്ട് മാറ്റ് ഹെൻറിയുടെ ബൗളിങ്ങിൽ പുറത്തായി. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം കളിച്ചതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ലാതെയാണ് ഇന്ത്യ ഇന്ന് ഫൈനലിൽ ഇറങ്ങിയത്. എന്നാൽ ന്യൂസിലൻഡ് ഒരു മാറ്റം വരുത്തിയിരുന്നു. കോൾ മക്കഞ്ചിയെ മാറ്റിക്കൊണ്ട് ജേക്കബ് ഡഫിയെ ഇന്ന് പകരം കൊണ്ടുവന്നിരുന്നു. ആ ഒരു തന്ത്രം ന്യൂസിലൻഡിന് തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. കാരണം ജേക്കബ് ഡഫി 3 ഓവറുകൾ ബൗൾ ചെയ്ത് 42 റൺസ് വിട്ടുകൊടുത്തിരുന്നു. മാത്രമല്ല കോൾ മക്കഞ്ചി കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ 1 ഓവറിൽ തുടരെ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട ബൗളറായിരുന്നു. വെറും 9 റൺസ് വഴങ്ങിയാണ് ആ 2 വിക്കറ്റുകൾ കോൾ മക്കഞ്ചി അന്ന് സൗത്ത് ആഫ്രിക്കക്കെതിരെ നേടിയത്. ആ ഒരു ബൗളറെയാണ് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ജേക്കബ് ഡഫിക്ക് അവസരം നൽകിയത്. ആ ഒരു തന്ത്രം തീർത്തും പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു ഇന്നത്തെ അയാളുടെ ബൗളിംഗ് പ്രകടനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തിയ ജെയിംസിനെതിരെ കണക്ക് തീർക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശിവം ദുബെ ആ ഓവറിൽ 3 ഫോറുകളും 2 സിക്സുകളും നേടിക്കൊണ്ട് ഇന്ത്യയുടെ സ്കോർ 255 എന്നതിലേക്ക് എത്തിച്ചു. ഇനി ബൗളർമാരുടെ കയ്യിലാണ്. ബുംറയിൽ നമുക്ക് വിശ്വസിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. ബാറ്റർമാർ അവരുടെ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്തിരിക്കുന്നു. ഇനി ബൗളർമാരുടേത് തന്നെയാണ്. ന്യൂസിലൻഡിനെതിരെ ഈ ഫൈനൽ മത്സരത്തിൽ വിജയത്തോടെ തുടർച്ചയായി 2ാം കിരീടം നേടുന്ന റെക്കോർഡും 3 തവണ ചാമ്പ്യന്മാരായ ഒരേ ഒരു ടീം എന്ന റെക്കോർഡും ഇന്ത്യൻ ടീമിന് നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.